ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ലോട്ടസ് ഡിസൈൻ ഈ ടിഷ്യൂലൊന്ന് ചെയ്ത് നോക്കിയാലോ. ഞാനിതേ പിൻട്രസ്റ്റ് ഒന്ന് ഈ ഒരു പിക്ചറാണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ ആ ടിഷ്യൂയിലേക്ക് ഒന്ന് പെൻസിൽ വെച്ച് വരച്ചെടുത്തിട്ട് എംബ്രോയ്ഡറി റിങ്ങൊക്കെ ഒന്ന് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് റെഡ് കളർ ഫാബ്രിക് പെയിൻറ്റ് നേരോ ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ് ബ്രഷ് വെച്ചിട്ട് ആ ലോട്ടസിൻ്റെ ഔട്ട്ലൈനിൽ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പെറ്റൽസിലും ആ റെഡ് ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് വൈറ്റ് ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിങ്ക് കളറ് ഫാബ്രിക് പെയിൻറ്റ് കൊണ്ട് അതിൻ്റെ പെറ്റൽസിലൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്. ആ വൈറ്റ് ഫാബ്രിക് പെയിൻറ്റും ഈ പിങ്കും കൂടിയിട്ട് ഒന്ന് ബ്ലെൻഡാക്കി കൊടുത്തിട്ട് ഒരു ഷെയ്ഡ് പോലെയായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇത് എങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ആ ഷെയ്ഡ് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ പെയിൻറ്റിങ് ബ്രഷ് കഴുകിയിട്ട് തുടയ്ക്കാതെ ആ നനവോട് കൂടിയിട്ട് ഞാൻ പച്ച പെയിൻറ്റിൽ മുക്കിയിട്ട് ആ തണ്ടുകൾക്ക് അടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ആ പെയിൻറ്റിങ് ബ്രഷിലുണ്ടായിരുന്ന നനവ് ആ തുണിയിലൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ട് ആ പച്ച കളറും ആ നനവും ഒക്കെ കൂടിയിട്ട് ആ തുണിയിൽ സ്പ്രെഡായിപ്പോയി. അങ്ങനെ ഒരു അബദ്ധമാണ് എനിക്ക് പറ്റിയത്. അങ്ങനെ ആരും ചെയ്യാതിരിക്കണേ. അതായത് പെയിൻറ്റിങ് ബ്രഷ് നന്നായിട്ട് തുടച്ച് ഡ്രൈ ആയതിന് ശേഷം മാത്രം പെയിൻറ്റിൽ മുക്കിയിട്ട് തുണിയിൽ വരയ്ക്കാം. അങ്ങനെ നനവോട് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ തുണി നനഞ്ഞിട്ട് ആ പെയിൻറ്റും കൂടിയിട്ട് ആകെപ്പാടെ സ്പ്രെഡാവും. പിന്നെ അത് തുടച്ചാലൊന്നും പോവില്ല. ഞാനൊരു തുണി വെച്ചിട്ടൊക്കെ തുടച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു ഷെയ്ഡ് അവിടെ പിടിച്ചുപോയി. പിന്നെ നമുക്ക് അപ്പം തന്നെ തുണിയെടുത്ത് കഴുകിയാൽ ബാക്കിയുള്ള പെയിൻറ്റും കൂടിയും ഒലിച്ചു പോകുമല്ലോ. അത് കാരണം ഞാൻ ആ തണ്ട് ആ സ്പ്രെഡായ ഭാഗം മാത്രം ഞാനൊന്ന് തുടച്ച് കളഞ്ഞിട്ട് അതൊന്ന് ചെറുതായിട്ട് ഡ്രൈ ആവാൻ വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടെ വീണ്ടും കൊടുത്തു. പിന്നെ അതിൻ്റെ ലീഫിൻ്റെ ഔട്ട്ലൈനിലായിട്ട് ഡാർക്ക് ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ തണ്ടിനടിച്ചു കൊടുത്ത ആ സെയിം കളർ പച്ച കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു ചെറിയ ഷെയ്ഡ് പോലെ ഒന്ന് അതിങ്ങനെ ആ രണ്ട് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടിയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലീഫിൻ്റെ അടിഭാഗത്തായിട്ട് ചെറിയ ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് അതും കൂടിയിട്ട് ഒന്ന് ഒരു ചെറിയൊരു ഷെയ്ഡ് പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓരോ കളറിനും ഓരോ ബ്രഷ് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരൊറ്റ ബ്രഷ് വെച്ചിട്ടാണ് എല്ലാ കളറും കൊടുത്തിട്ടുള്ളത്. അത് വാഷ് ചെയ്തിട്ട് നന്നായി തുടച്ചതിന് ശേഷം മാത്രം പെയിൻറ്റിൽ മുക്കിയിട്ട് തുണിയിൽ വരയ്ക്കണം. ആദ്യമായിട്ട് പെയിൻറ്റിങ് ചെയ്യുന്നവർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. പലരുടെയും ഡ്രസ്സിൽ ഈ ലോട്ടസ് ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം തോന്നിയിട്ട് വരച്ച് നോക്കിയതാണ്. പക്ഷേ ഇങ്ങനൊരു അബദ്ധം പറ്റിയപ്പോൾ എനിക്ക് ഇത്തിരി വിഷമമായിപ്പോയി. അയ്യോ, അവിടെ ഇത്തിരി കൊളായല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ വരച്ച് കഴിഞ്ഞപ്പോൾ ഫൈനൽ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ പേരും നല്ലതാണെന്ന് പറഞ്ഞു. ഇനി ഈ ലോട്ടസ് ഡിസൈൻ വെച്ചിട്ട് ഞാനൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്